എന്താടാ, എന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാനുള്ള സ്ഥലം കാണിച്ചു തരാൻ കൊണ്ടുപോയതോ അതോ എന്റെ ശവടക്കിന് സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയതോ? ഇന്ന് ഇതിലെ വെള്ളം മുഴുവൻ ഞാൻ തന്തയാണെങ്കി വലിയ മഹാരാജാവ്, അമ്മയാണെങ്കി എലിസബത്ത് റാണി, നിന്റെ പെങ്ങളാണെങ്കി ഐശ്വര്യ റായി. ലണ്ടനിൽ നിന്ന് പയ്യനെ കിട്ടിയാലേ നീ കെട്ടിച്ചു കൊടുക്കുള്ളോ? തരക്കേടില്ലാത്ത പയ്യനെ കിട്ടിയാ പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കുന്നതിന് പകരം സ്ഥലം ഏതാ വീടേതാ എന്ന് ചോദിച്ച് നീ ഓരോന്നും മുടക്കുകയാണ്. പറഞ്ഞു കൊടുക്കുക ചേച്ചി. ഈ നാട്ടിൻപുറത്ത് വളർന്നവളെ അങ്ങ് ഡൽഹി കൊണ്ട് താമസിപ്പിക്കാൻ പറ്റും. നോക്ക്, ഒരാണിന്റെ കയ്യിൽ തഴമ്പ് കണ്ടാൽ അവൻ അധ്വാനിയാണെന്ന് അർത്ഥം. പക്ഷെ ഒരു പെണ്ണിന്റെ കയ്യിൽ തഴമ്പ് കണ്ടാൽ അവള് കഷ്ടപ്പെടുകയാണെന്നാണ് അർത്ഥം. ഈ കയ്യിലേക്ക് നോക്ക്. ദിവസവും ആട്ടുകല്ല് മാവാട്ടി അവളുടെ കൈ ഇങ്ങനെയായിപ്പോയി. അവള് പോകുന്ന നാട്ടില് ഒരു മില്ലെങ്കിലും ഉണ്ടാവില്ലോ എന്ന് വെച്ചിട്ടാ. അമ്മിയിൽ മുളക് അരച്ച് വിടിച്ചു ഒക്കെ അവളുടെ നടുപൊടിഞ്ഞിരിക്കുക. ചെല്ലുന്ന നാട്ടിൽ ഒരു റൈസ് മില്ലെങ്കിലും ഉണ്ടാവണല്ലോ. ഒരു തുണി മേടിക്കണമെങ്കിൽ പോലും 2-3 ബസ് കയറി കിലോമീറ്ററുകൾ പോകേണ്ട അവസ്ഥയാ ഇവിടെ. അവളെ കെട്ടിച്ചു വിടുന്ന സ്ഥലത്ത് ഒരു കടയെങ്കിലും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാ ഒരു സ്ഥലം കാണിച്ചിരിക്കുന്നു. സ്ഥലം നീ വിട്. നോക്കിയേ, പെങ്ങളെ കെട്ടിച്ചു വിടുന്ന സ്ഥലത്ത് അറ്റ്ലീസ്റ്റ് ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരിക്കണം, എങ്കിലേ ഒരു നാടാകും. അപ്പൊ ഈ പറഞ്ഞതിന് കൂടെ സിനിമ കൊട്ടേ ആഡ് ചെയ്യണോ? അതെന്തിനാ? എങ്കിലല്ലേ പെങ്ങളെ കാണാൻ പോകുമ്പോഴേ എല്ലാവരും കൂടെ ചേർന്ന് സിനിമാ തിയേറ്ററിൽ പോയി ജാളിയായിട്ട് പടം കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. സിനിമാ തിയേറ്ററിൽ ജീവിക്കാൻ പറ്റില്ലേ അവക്ക്? ചുരുക്കത്തില് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള നാട്ടിലേക്ക് പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു എയർപോർട്ടും കൂടി അങ്ങോട്ട് ആയാലോ? മാളികപ്പുറത്തമ്മേനെ അറിയോ? അറിയില്ല. നിനക്കാടാ ശിവജി? ഓട്ടെ, കാരക്കലമ്മേനെങ്കിലും അറിയാമോ? അതായത് നിനക്കറിയോടെ? അല്ല, ഇയാൾക്ക് മാത്രം അറിയാവുന്ന അവരൊക്കെ ആരാന്ന് പറയണേ? എന്താ അവര് പറഞ്ഞ് മനസ്സിലായില്ലേ? അവരാരാണെന്ന് അറിയോ? കല്യാണം ആവാതെ താലി കെട്ടാതെ വയസ്സായി മൂത്ത് നരച്ചവര്. അവരെ പോലെ ഞാനും മൂത്ത് നരച്ചിരിക്കുന്നു.